നമസ്കാരം, നമസ്തേ ആൻഡ് അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജാസാഹിബാണ്. വീണ്ടും നമ്മൾ KSAയിൽ മറ്റൊരു ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഹെൻഡുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. അപ്പോൾ വെൽക്കം സർ. നമസ്കാരം. ലോനപ്പൻ, എങ്ങനെയുണ്ട്? ജോളിയായിട്ടാണോ ഇരിക്കുന്നത്? ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം, നമ്മളിപ്പോ ക്രിസ്മസിന്റെ ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ദിവസവും കൂടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. എന്റെ അമ്മേ, എന്റെ ഈശ്വര, ഇന്നസെന്റിന്റെ നാട്ടിൽ നിന്നും എനിക്കൊരാളിനെ കിട്ടിയിരിക്കുക. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇന്ന് ഇരിഞ്ഞാലക്കുട തന്നെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ഇരിഞ്ഞാലക്കുടയാണ്. ഇരിഞ്ഞാലക്കുട ജനിച്ചു. ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ പഠിച്ചു. പിന്നെ ഹൈസ്കൂളിൽ പഠിച്ചു. ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഞ്ചിനീയറിംഗിന് പാലക്കാട്ടേക്ക് പോകുന്നത്. എന്തായാലും ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഒരു ബിസിനസ്സുകാരൻ നമ്മളെ ബ്ലാസ്റ്റ് ലൈൻ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനം എറണാകുളത്തുണ്ട്, സൗദിയിലുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബോംബെയിൽ പോയി. ഞാൻ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് മെറിറ്റിലാണ് കിട്ടിയത്. അത് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ ഇരിഞ്ഞാലക്കുട ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു ടീച്ചർ, ആ ടീച്ചറുടെ പേര് കുഞ്ഞല എന്നാ, എന്ന് വെച്ചാൽ ചെറിയ അല, കുഞ്ഞല. ഞങ്ങള് മാഡത്തിനെ വിളിക്കുന്ന കുഞ്ഞല മാഡം എന്നാ. ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ ഈ കുഞ്ഞല മാഡം എന്നോടൊന്നല്ല എല്ലാവരോടും, പ്രത്യേകിച്ച് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അന്ന് എന്തോ ക്ലാസ്സിൽ ഫസ്റ്റോ എന്തോ എനിക്ക് കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു, ജോളി, ഇപ്പം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കുരു കുഴിച്ചിടണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മാഡം, നീ എന്താണ് ഭാവിയിൽ ആവാൻ ആഗ്രഹിക്കുന്നത്, അത് ഇപ്പോഴേ മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി ഞാൻ കിടന്ന് പറയുമ്പോ കുറെ ചിന്തിക്കാൻ തുടങ്ങി, എന്ത് വേണം എന്നുള്ളത്. അന്ന് രാത്രി കുറെ കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണമെന്ന് ഒരു ആഗ്രഹം. പക്ഷെ എങ്കിലും എനിക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ഈ സക്സസ് എന്ന് പറയണതേ ഓരോ സമയത്തും സക്സസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അന്ന് എനിക്കൊരു എഞ്ചിനീയർ ആവണം എന്നുള്ളതായിരുന്നു എന്റെ എയിം. ടീച്ചറാണ് എന്നെ ശരിക്ക് എഞ്ചിനീയർ ആവണമെന്ന് മനസ്സിൽ ഒരു കുരു പാകിയത്. പിറ്റേ ദിവസം കാണുമ്പോൾ ചോദിച്ചു എന്നോട്, എന്തെങ്കിലും കുഴിച്ചിട്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ കുഴിച്ചിട്ട്. അപ്പൊ എന്നോട്, ആരോടും പറയണ്ട, നീ തന്നെ ഇത് ഇങ്ങനെ വെള്ളമൊഴിച്ച് വളർത്തി കൊണ്ടുവരണം എന്ന് പറയും. അങ്ങനെ എനിക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. വലിയ സന്തോഷമായി. പാലക്കാട് പോയി. അവിടെ ഏകദേശം 52 പേപ്പർ ഉണ്ട് 4 വർഷത്തില്. ഒറ്റ പേപ്പർ മിസ്സായി, ഒരു സപ്ലൈ ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ട് പാസ്സായി. അതും നല്ല ഓണേഴ്സിൽ പാസ്സായി. സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ തന്നെ 5-ാം ദിവസം ബോംബെക്ക് ട്രെയിൻ കയറി. ഒന്നുമില്ല. അപ്പൊ 5-ാമത്തെ ദിവസം അമ്മയും അച്ഛനും ഫാദറൊന്നും അങ്ങനെ, അപ്പച്ചെന്നാ പറയാ, അപ്പച്ചനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എന്നോട് എൻ്റെ അഭിപ്രായത്തിനായിരുന്നു കൂടുതൽ വാല്യൂ. ഞാൻ പറയാണ് അങ്ങനെ പോവാണ്. അവർക്കറിയാം ഞാൻ വളരെ ഡിറ്റർമിൻഡ് ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ ബോംബെയിൽ വന്ന് ഇറങ്ങി. ബോംബെയിൽ അന്ന് ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി ടൈംസ് ഓഫ് ഇന്ത്യ പോയിട്ട് സിറ്റുവേഷൻ വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ട്. അതിനകത്ത് 25 രൂപ എന്തോ കൊടുത്താൽ മതി. അപ്പൊ നമ്മളിങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, ഫ്രഷ് മെക്കാനിക്കൽ എഞ്ചിനീയർ ലുക്കിംഗ് ഫോർ എ ജോബ്. എന്നിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 4 ദിവസം കഴിയുമ്പോഴേക്കും ഇത്ര എൻവലപ്പ് വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് നോക്കി വന്നപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ ഇന്റർവ്യൂവിന് പോയി. അപ്പൊ തന്നെ അവർ എടുത്തു. ഉടനടി എനിക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം ഞാൻ അവിടെ തന്നെ MBA പഠിച്ചു പാർട്ട് ടൈം ആയിട്ട്. ബോംബെയില് KC കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയും. അപ്പൊ ആ ബോംബെയിൽ നിന്ന സമയത്ത് ഞാൻ പല സ്കില്ലും എടുത്തു. എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെന്റ്, ഫ്രഞ്ച്, അറബിക്, പിന്നെ MBA. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് പോകുന്നത് ഗൾഫിലേക്ക്. ഗൾഫിൽ വരാനായിരുന്നു എൻ്റെ ഉദ്ദേശം. ഓരോ സമയത്തും നമ്മളുടെ എയിമും ഡ്രീമൊക്കെ മാറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് 2 സ്ഥലത്തേക്ക് ജോലി കിട്ടി. ഒന്ന് ഒമാനിലേക്കും ഒന്ന് സൗദിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചു ഏത് ഓപ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ നോക്കിയപ്പോ സൗദി ആയിരിക്കും നല്ലത്. സൗദി ഇത്തിരി വലിയ രാജ്യമല്ലേ, അപ്പൊ ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ഇവിടെ ഞാൻ ഫെബ്രുവരി 10-ാം തീയതി 1983 ഇവിടെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്നു ജോലി ചെയ്തു. ഇവിടെ ഞാൻ ഒരു 3 കമ്പനിയിലായിട്ട് ജോലി ചെയ്തു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഈ ഡ്രീം
നമ്മുടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ബിസിനസ് ചെയ്യണമെന്നൊരു ആഗ്രഹം. അവന്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവർക്കും ചെറിയ ബിസിനസ്. അതെ. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താണ് ബിസിനസ് ചെയ്യണം, പിന്നെ എങ്ങനെ ഇവിടെ ബിസിനസ് തുടങ്ങാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു. അങ്ങനെ ഞാൻ ആലോചിച്ചു ഏറ്റവും എളുപ്പ വഴി മാരി എ ഡോക്ടർ. ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചാൽ ഡോക്ടർക്ക് ജോലി കിട്ടിയാൽ നമുക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ പട്നി കിടക്കണ്ട. അങ്ങനെ ഡോക്ടറെ കല്യാണം കഴിച്ചു. ഡോക്ടർ ഇവിടെ വന്ന് ഡോക്ടർ കൂടെ പാലക്കാരിയ ജോലി കിട്ടി. ഇവിടെ ജോലി കിട്ടിയ നിമിഷം ഞാൻ റിസൈൻ ചെയ്തു. നമ്മൾ എന്നിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. ആ ഇറങ്ങിയ സമയത്ത് വേറെ സംഭവം കൂടി ഉണ്ടായി. ഗൾഫ് വാറിന്റെ സമയമായിരുന്നു. ഇറാഖും കുവൈറ്റ് വാറായിരുന്നു. ആ സമയത്ത് ഞാൻ ഏതായാലും ജോലി വിടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയി. വൈഫ് എനിക്ക് ഫാമിലി സ്റ്റാറ്റസ് അപ്ലൈ ചെയ്ത് ഞാൻ വൈഫിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നു. അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ പഴയ ഒരു അറിവിലുള്ള ഒരു പരിചയമുള്ള ഒരു സൗദിയായിട്ട് സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ ബിസിനസ് തുടങ്ങി. വളരെ ചെറിയ രീതിയിൽ അങ്ങ് തുടങ്ങി. എനിക്ക് അറിയാവുന്ന ഈ സാൻഡ് ബ്ലാസ്റ്റിംഗ് പെയിന്റിംഗ് ഫീൽഡ് ആയിരുന്നു. അത് ശരിക്കും ആക്ച്വലി എത്ര നാളായിട്ടുള്ളൊരു സംഭവമാണ് ഈ സാൻഡ് ബ്ലാസ്റ്റിംഗ്? ഈ സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ കാലമായിട്ട്, അതായത് 100 വർഷം മുമ്പ് ഉള്ളതാണ്. പക്ഷേ ഈ ടെക്നോളജി ഇന്ത്യയിലൊക്കെ വളരെ അടുത്ത കാലത്താണ് വന്നത്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എപ്പോക്സി പെയിന്റ് ഒക്കെ ചെയ്യണം. പെയിന്റ് അതിൽ പിടിച്ചിരിക്കണമെങ്കിൽ അതിനെ എമറി പേപ്പർ ഇട്ട് നമ്മൾ ഉരച്ച് അതൊന്ന് ക്ലീൻ ചെയ്യണം. പക്ഷെ ഒരു വലിയൊരു ഓബ്ജക്റ്റ്, ഒരു ഷിപ്പോ വലിയ ടാങ്കോ ഒക്കെ ആണെങ്കിൽ ഷിപ്പിലാണോ ഈ സംഭവം ചെയ്യുന്നത്? ഷിപ്പ് യാർഡില്ല. ഷിപ്പ് പുറത്തേക്ക് എടുത്തിട്ടാണ് അതിൽ അതിന്റെ ഡ്രൈ ഡോക്കിൽ വെച്ചിട്ടാണ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു കംപ്രസർ വേണം, പിന്നെ മെഷീൻ വേണമെന്നേ ഉള്ളൂ. കാരണം ഈ മണല് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ കൊണ്ടാണ്. കംപ്രസറി എന്ന് പറയുന്ന എയർ കൊണ്ടാണ് ഇത് പെയിന്റ് ഇത് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പെയിന്റിങ് വരുന്നത്. അതെ, അത് മിക്കതും ഒരു 2-3 മണിക്കൂറിനുള്ളിൽ പ്രൈമർ അടിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് പിടിച്ചാൽ വീണ്ടും അത് അതെ പെട്ടെന്ന് ഈ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്, വെള്ളമുണ്ട്. ആ വെള്ളം ഇതായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്ത് പെട്ടെന്ന് കറക്കും, അല്ലെങ്കിൽ ബ്രൗൺ കളറാവും. അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പെയിന്റ് അടിക്കണം. പെയിന്റിങ് വളരെ ആവശ്യമല്ല. ഈ ഇരുമ്പെല്ലാം തുരുമ്പ് പിടിച്ചു പോകും. എന്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ ഒരു ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു 80% ഇരുമ്പാണ്. അല്ലെങ്കിൽ ഇപ്പൊ റിഫൈനറി എന്ന് പറഞ്ഞാലും അതും ഇരുമ്പാണ്. സാൻഡ് ബ്ലാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെയിന്റിംഗ് കോട്ടിംഗ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാളത്തെ നിലനിൽപ്പുണ്ട്? അത് ഡിപ്പെൻഡ് ഓൺ ദി കോട്ടിംഗ്. ചിലപ്പോൾ ഒരു 20 വർഷം 15 വർഷമൊക്കെ നിൽക്കും. അതിനൊക്കെ ഒരു സ്റ്റഡി ഉണ്ട്, അതിനൊക്കെ കുറച്ച് ടെക്നിക്ക് ഉണ്ട്. അതിൻ്റെതായ ഇത്ര മൈക്രോൺ വെച്ച് പ്രൈമർ, പിന്നെ ടോപ്പ് കോട്ട്, പിന്നെ ഫൈനൽ കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഇന്റർമീഡിയറ്റ് കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ 3-4 കോട്ട്, ഒരു 300 മൈക്രോൺ 400 മൈക്രോൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ 40 വർഷമൊക്കെ വരെ വേണം നിൽക്കും. പല എൻവയോൺമെന്റിലാവും പലതരത്തിലുള്ള കോട്ടിങ്, എല്ലാം ഒരു പെയിന്റ് അല്ല. അതെ, വെള്ളത്തിന്റെ അടിയിലുള്ളതാണെങ്കിൽ വേറെ ഇതാണ്, ഭൂമിക്ക് മുകളിലാണെങ്കിൽ വേറെ ഒന്നാണ്, മണ്ണിന്റെ അടിയിലാണെങ്കിൽ വേറെ ഒന്നാണ്. അങ്ങനെ പലതരം പെയിന്റ് കോട്ടിങ്ങുകളാണ്. ഓക്സി, പോളിയൂറത്തീൻ, പോളി അമൈഡ് എന്നൊക്കെ പറഞ്ഞ പല കോട്ടിങ്സ് ആണ്. ആക്ച്വലി ഇപ്പം ബ്ലാസ്റ്റ് ലൈന് നമ്മളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ തുടങ്ങി. അതെ, എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് എറണാകുളത്ത് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ട്, എറണാകുളത്ത് മാത്രമേ. പക്ഷെ അവിടെ ഒമാനിന്നും നൈജീരിയന്നും പിള്ളേർ വന്ന് പഠിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും, സൗദിയിൽ നിന്ന് വന്നിരുന്നു, ഖത്തറിൽ നിന്ന് വന്നിരുന്നു. ഇപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചിലർക്ക് ബ്ലാസ്റ്റർ പെയിന്റർ വേണമെന്ന് പറഞ്ഞാൽ 50 പേര്. കഴിഞ്ഞ മാസം ഖത്തറിലൊരു കമ്പനി വന്ന് 50 ബ്ലാസ്റ്ററും പെയിന്ററും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു, അവർ ഇന്റർവ്യൂ ചെയ്ത് ആളെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയുള്ള സർവീസ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് കോഴ്സാണ്. അതെ അതെ അതെ. ആരും പെട്ടെന്ന് ഒരാളും ചെയ്യുന്നൊരു സാധനമല്ല. അല്ല. അതായത് ഞങ്ങളുടെ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ഇത് അറിയുന്നവർ കുറവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിൽ ആർക്കും അറിയില്ല, കേരളത്തിൽ ആരും ഇത് പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു ദിസ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അമേരിക്കയില് അദ്ദേഹം ഒരു ഷൂ കട റിയൽ എസ്റ്റേറ്റിൽ വാങ്ങി അത് ഡിമോളിഷ് ചെയ്ത് വേറെ എന്തോ ബിൽഡിംഗ് പണിയാനായിട്ട് പ്ലാൻ ചെയ്തു. ഷൂ കട വിറ്റ ആള് പറഞ്ഞു, ദയവ് ചെയ്ത് ഇത് ഡിമോളിഷ് ചെയ്ത് ഈ ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിലേ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അയാളുടെ ബിസിനസ് വന്നപ്പോൾ അത് ഭയങ്കര ഗ്രോത്ത് ആയി. അങ്ങനെ വന്ന് അയാൾക്ക് പല ഷോപ്പുകളായി. ഇന്ത്യൻ്റെ ആയിരുന്നു. അവസാനം വന്ന് ചെന്നൈയിലായിട്ട് ഒരു ലെതർ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കോഴ്സ് പുള്ളി തുടങ്ങി, എഞ്ചിനീയറിംഗ്. അപ്പൊ ആളുകൾ പഠിക്കാൻ തോന്നി, ലെതർ ടെക്നോളജി പഠിക്കാൻ ആളുകൾ വന്നു. അപ്പൊ അതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ ബ്ലാസ്റ്റിംഗ്, വൈ നോട്ട് വി സ്റ്റാർട്ട് എ ബ്ലാസ്റ്റ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്.
അങ്ങനെയാണ് ഈ ബ്ലാസ്റ്റ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. പേര് വന്നതിന് എന്താണ്? പേര് വരാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ഒരു UK കമ്പനിയായിരുന്നു. അതിന്റെ ഓണർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു എക്സിബിഷൻ വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം ഫ്രണ്ടായതിനു ശേഷം ഞങ്ങൾ പിന്നെ പാർട്ട്നേഴ്സായി. അദ്ദേഹം പിന്നെ പറഞ്ഞു നമുക്കൊന്ന് ഇന്ത്യയിൽ മെഷീൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. കമ്പനി നോക്കാൻ ആരും ഇല്ലായിരുന്നു, പുള്ളിക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒന്ന് ആ കമ്പനി പോയി. അങ്ങനെ ആ കമ്പനി എനിക്ക് വിൽക്കാനായിട്ട് പുള്ളി പ്ലാൻ ചെയ്തു, ബ്ലാസ്റ്റ് ലൈൻ UK. അങ്ങനെ ഞാൻ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു പോയി. പിന്നീട് എനിക്ക് തോന്നി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ടാക്സും പല ഇതുള്ള എനിക്ക് UK പോയി ഇരിക്കാനും വയ്യ. അങ്ങനെ ഞാനത് വിട്ടു കളഞ്ഞു. ആ കമ്പനിയുടെ പേര് ഞാൻ ഇങ്ങോട്ട് എടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ USA തുടങ്ങി, ബ്ലാസ്റ്റ് ലൈൻ USA. അത് കഴിഞ്ഞിട്ടാണ് ബ്ലാസ്റ്റ് ലൈൻ ഇന്ത്യ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ ആ ബ്ലാസ്റ്റ് ലൈൻ എന്നുള്ള ഇത് വന്നു. ഇപ്പൊ ബ്ലാസ്റ്റ് ലൈൻ ഞങ്ങളുടെ കയ്യിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ UK ബേസ്ഡ് കമ്പനി ആയിരുന്നു. ഇപ്പൊ നമ്മളാണ് കേരളത്തിൽ നിന്നാണ് ഇത് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ബ്ലാസ്റ്റ് ലൈനിന്റെ അണ്ടറിൽ 4-5 കമ്പനി ഉണ്ട് കൊച്ചിയിൽ. അവിടെയാണ് മെഷീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ട ഈ ബ്ലാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ് അതൊക്കെ അവിടെ തന്നെ പെരുമ്പാവൂർ റബ്ബർ പാർക്കിൽ ഉണ്ടാക്കുന്നു. കണ്ടെയ്നറിലൂടെ വരും. ചേട്ടൻ ഇത് യൂസ് ചെയ്യുന്ന അല്ലാതെ സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു പെയിന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അവര് എനിക്ക് നല്ല ട്രെയിനിങ് തന്നു. ഇതിന്റെ മാർക്കറ്റ് എനിക്ക് മനസ്സിലായി. 1990 യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഗൾഫ് വാർ ഉള്ള കാരണം പല പ്രോജക്റ്റുകളും ഡിലേ ചെയ്ത് വെച്ചിട്ട് എല്ലാ പ്രോജക്റ്റും കൂടി ഒന്നിച്ചങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര റിക്വയർമെന്റ് ആയി. അപ്പോൾ ഇവിടെ സപ്ലൈ ചെയ്യാൻ ആളുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പല ദുബായിൽ നിന്നും ഹോളണ്ടിൽ നിന്നൊക്കെ സാധനം കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിലേക്ക് ഞാൻ കയറി. ഇത് എനിക്കറിയാം. പിന്നെ പെയിന്റ് കമ്പനിയിലായിരിക്കുമ്പോൾ ഈ എൻഡ് യൂസേഴ്സും കസ്റ്റമേഴ്സിനെയൊക്കെ എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. ഘട്ടമായിട്ട് ഉയർന്നു. അങ്ങനെ ഇപ്പൊ 10-25 കമ്പനി ഉണ്ട്. ബറോഡയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഒറീസയിലുണ്ട്, തൂത്തുക്കുടിയിലുണ്ട്, പിന്നെ ചെന്നൈയിലുണ്ട്, കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ 2 ഓഫീസ്, പിന്നെ ഫാക്ടറീസ് 3 ഉണ്ട്. പിന്നെ സെയിൽസ് ഓഫീസുകൾ ഇവിടെ ഉണ്ട്. എനിക്ക് ദുബായിലുണ്ട്, കുവൈറ്റിലുണ്ട്, ബഹ്റൈനിലുണ്ട്, സൗദി അറേബ്യയിൽ 500 പേരുകളും കാണും. അതെ, ഇവിടെ എല്ലാം കൂടി ഒരു 200-500 പേരുണ്ട്. അതായത് ഇന്ത്യയിൽ ഏകദേശം ഒരു 300-350 ആളുണ്ട്. ഇവിടെ ഏകദേശം ഒരു 150-200 പേരോളം ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് 3 ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. മാനുഫാക്ചറിങ് ഉണ്ട്, ട്രേഡിംഗ് ഉണ്ട്, കോൺട്രാക്ടിങ് ഉണ്ട്. കേരളത്തില് ഈ ബിസിനസ് ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി, അത് എനിക്ക് തോന്നുന്നു ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടേതാണ്. പിന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ UK ആണ് ചെയ്യുന്നത്. UK നിന്നും അമേരിക്ക എന്നൊക്കെയാണ്. ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ ഇല്ല. അപ്പം നമ്മൾ പഠിപ്പിച്ചാലും അതിനെ സർട്ടിഫൈ ചെയ്യണമെങ്കിൽ UK-ക്കാർ അവർ എക്സാം നടത്തിയിട്ടാണ് അവിടുന്ന് വരും. അതിന് അവർക്കൊരു ചെന്നൈയിൽ ഓഫീസ് ഉണ്ട്. അവർ ചെന്നൈയിൽ നിന്ന് വന്ന് അവർ എക്സാം നടത്തി പാസ്സാക്കി കൊടുക്കുന്നു. ഞങ്ങളുടെ അവിടെ ഇപ്പൊ ഏകദേശം ഒരു വർഷം ഒരു 1000 പേരൊക്കെ പാസ്സായി പോകുന്നുണ്ട്. ഇപ്പൊ എത്രയോ വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. അവിടുന്ന് പാസ്സായ ഒരു കൊറിയയിലും ജപ്പാനിലും ഹോളണ്ടിലും ജർമ്മനിയിലും. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയതിന്റെ പേരിൽ ക്രിക്കറ്റിന് 3 സ്റ്റംപ് ഉള്ള പോലെ 3 സംഭവം വേണം. ഒന്ന്, ആൾക്ക് ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗ് എന്തെങ്കിലും ഒരു ഡിപ്ലോമ എന്തെങ്കിലും ഒരു ഇതാണ്. 2, ആൾക്ക് 1 കൊല്ലെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പണി കുറച്ച് ചെയ്തിട്ടുള്ള ആളായി. പുതിയ ആൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിച്ചെടുക്കാൻ കുറച്ച്. പിന്നെ 3ാമത് ഒരു എക്സാമിനേഷൻ. അപ്പൊ വരുന്ന ആൾക്ക് ഒരു 50% അറിവുള്ള ആളാണ് വരുന്നത്. 50 അല്ലെങ്കിൽ ഒരു 25% വരുന്നുള്ളൂ. പിന്നെ 75% നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കും. സർട്ടിഫൈഡ് ഇൻസ്പെക്ടർ ആയാൽ $5,000 കിട്ടും. അതിന് പഠിക്കുന്നതിന് കോഴ്സിനൊക്കെ എത്ര വെച്ച്? അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സാൻഡ് ബ്ലാസ്റ്റിംഗ് പെയിന്റിംഗ് നോൺ സർട്ടിഫിക്കേഷൻ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിസ്സാര പൈസ ഉള്ളൂ. 8,000 10,000 ഒക്കെ ഉള്ളൂ. പക്ഷെ സർട്ടിഫൈഡ് കോഴ്സ് ഉണ്ടെങ്കിൽ 1 lakh. 1 lakhന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അബൌട്ട് £1,200 ആണ് UK കമ്പനി ചാർജ് ചെയ്യുന്നത്. ഈ പൈസ അവരാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു 10% നമുക്ക് തരുള്ളൂ. സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അതിലേക്ക് പോകണം. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ, അതായത് ബ്ലാസ്റ്റ് ലൈൻ്റെ സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ ഇറ്റ് ഇസ് ഓൺലി ₹10,000. 15 ഡേയ്സിന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഒരു 1 വീക്കിന്റെ തിയറിയും. പിന്നെ ഒരു 15 ഡേയ്സ്. അതായത് 15 ഡേയ്സിൽ 1 വീക്ക് ഞങ്ങൾ അതിന്റെ പ്രിപ്പറേറ്ററി അത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ 1 വീക്ക് UK-യിലെ ടീച്ചർ വന്ന്
ക്ലാസ് എടുക്കും. അവർ ചെന്നൈയിൽ നിന്ന് വരും. മുമ്പൊക്കെ UK നിന്നാണ് വന്നിരുന്നത്. ഇപ്പം എല്ലാം ഇന്ത്യൻസ് തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സിനിമ പിടിക്കണം എന്നൊരു മൂഡ് വന്നത്. കേട്ടത് ആ സിനിമയ്ക്കൊക്കെ അത്യാവശ്യം നോട്ടിഫിക്കേഷൻ കിട്ടി എന്നുള്ളതാണ്. ഒരു അവാർഡ് കിട്ടി ഇന്ദ്രൻസ്. അതെ ഇന്ദ്രൻസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു കലാകാരനാണ്. നാട്ടിൽ കിടന്ന് കറങ്ങിയിരുന്നേ നിങ്ങളുടെ പോലെ ഒക്കെ വല്ലതൊക്കെ ആയനെ. മിമിക്രി ആണോ പാട്ടാണോ? ഞാൻ നാടകത്തിൽ അഭിനയിക്കുകയും സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള എന്ത് പ്രോഗ്രാമിലും നമ്മളുടെ ഒരു ചെറിയൊരു മുഖം കാണിക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളുകളൊക്കെ വരുമ്പോ ഈ ചവിട്ട് നാടകം പോലത്തെ ഉള്ള നാടകങ്ങളും അങ്ങനെ പല പല. ഇപ്പോഴും ഒരു നടൻ ഇങ്ങനെ മുഖത്ത് അങ്ങനെ ഒരു പ്രകാശിച്ച് നിൽപ്പുണ്ട്. എത്ര സിനിമകൾ, സിനിമകളുടെ പേരൊക്കെ? അത് പറയാം. ഞാൻ ആദ്യം സിനിമയ്ക്ക് ഇറങ്ങിയത് റാണി മേരിയുടെ സിനിമയാണ്. അതിപ്പോ വേറൊരു പേരിൽ വന്നു, ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സിനിമ വന്നിട്ടുണ്ട്, മലയാളം മൂവി. ആ സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ്. അതിനുശേഷം അത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇൻഡോറിൽ പോയി ഇത്തിരി പൈസയൊക്കെ ചെലവ് ചെയ്തു. പക്ഷെ എന്തോ അതിന്റെ ഡയറക്ടർ ഒരു വിനോദ് കുമാർ ആയിരുന്നു. അദ്ദേഹം കാലടി ശ്രീശങ്കര കോളേജിലെ ഒരു ലെക്ചറോ കലാപരമായിട്ടൊക്കെ എന്തോ അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അയാൾക്ക് എന്തോ എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. അതിൽ കുറച്ച് പൈസ കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ആ സിനിമ വേറെ ചാലക്കുടിയിലുള്ള ഒരു പ്രൊഡ്യൂസർ ഇപ്പൊ അത് വലിയ ഹിറ്റായിരിക്കുകയാണ്. സ്റ്റാറിങ് അത് ശരിക്കും അങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ അല്ല, ഇതിന്റെ സ്റ്റോറിയാണ്. ഇതൊരു നടന്നൊരു സംഭവമാണ്. റാണി മേരിയ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീയെ ഇവിടെ ഇൻഡോറിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പൊ റാണി മേരിയ ഒരു സെയിന്റ് ആണ്. അതിനെ ബേസ് ചെയ്തുള്ളതായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സബ്ജക്റ്റ്. ഈ റാണി മേരിയെ കുത്തി കൊലപ്പെടുത്തിയ ആള് അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ വെച്ചിട്ട് അയാൾക്ക് ഭയങ്കര ഒരു മാനസാന്തരം വന്നു. അയാൾ ചെയ്ത് തെറ്റാണല്ലോ. അങ്ങനെ അയാൾ 10 കൊല്ലം 5 കൊല്ലമായിട്ട് ജയിലിൽ കിടന്നിട്ട് അയാൾ ജയിലിൽ ഇറങ്ങിയിട്ട് ആദ്യം ചെയ്തത് ഈ റാണി മേരിയുടെ വീട്ടിൽ വരുന്നു. ആ അമ്മയുടെ കാൽക്ക വീഴുന്നൊരു കണ്ട കരഞ്ഞു പോകും. വെരി ടച്ചിങ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു സിനിമയാക്കിയാൽ വളരെ നന്നായിരിക്കുന്നത്. അതെ, അങ്ങനെ ആ അമ്മ മാപ്പ് കൊടുക്കുന്നതും അമ്മ പറഞ്ഞു നീ എൻ്റെ മകനാണ്. അങ്ങനെ ഒരു ഹിന്ദിക്കാരൻ വന്ന് കാൽക്ക വീണ് മാപ്പ് പറയുന്ന അതൊക്കെ ആ സ്റ്റോറി അതാണ്. വേറെയും 1-2 സിനിമകളിൽ ഡിസ്കഷൻ വന്നു. ഒന്ന് ഡിയർ നെഹ്റു എന്ന് പറഞ്ഞിട്ടൊരു സിനിമയായിരുന്നു. നെഹ്റുവിന്റെ പേര് ഡിയർ നെഹ്റു ആണെങ്കിലും ഫ്രീഡം ഫൈറ്റർ ഒരു കൃഷ്ണമേനോന്റെ കഥയാണ്. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് ഏകദേശം ഒരു 15 crores വരും എന്നൊക്കെ പറഞ്ഞു. ഡിസ്കഷനൊക്കെ നടന്നു. കുറെ പൈസയൊക്കെ ഇറക്കി, പലരും കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഞാനപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു. ആ ഇലക്ഷന്റെ ടൈമായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസ് പറയുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ BJP വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനി അത് നോക്കണ്ട. എന്നിട്ട് അടച്ചുപൂട്ടി സ്ക്രിപ്റ്റ് അടച്ചു. 3ാമത്തെ അറ്റംപ്റ്റ് ആണ് ആളൊരുക്കം VC അഭിലാഷ് അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നു. എനിക്ക് ആരും അറിയില്ല, സ്ക്രിപ്റ്റ് റൈറ്ററും അറിയില്ല, ഫിലിമല്ല. അപ്പൊ ഞാനത് മലയാള മനോരമയിൽ വെച്ചൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു. നല്ല സ്ക്രിപ്റ്റ് ഉള്ള ഒരു ഡയറക്ടർ ആവശ്യമുണ്ടെന്ന്. ഇന്ന് വരെ മലയാള ചരിത്രത്തിൽ ആരും പത്രത്തിൽ പരസ്യം ചെയ്ത് എടുത്തിട്ടില്ല. അത് ഈ VC അഭിലാഷ് വായിച്ചു. അങ്ങനെ VC അഭിലാഷ് എന്നെ കാണാൻ വന്നു, സ്റ്റോറി പറഞ്ഞു. അതിൽ പറഞ്ഞ് ഞങ്ങൾ സെലക്ട് ചെയ്തു. ബഡ്ജറ്റൊക്കെ പറഞ്ഞു വളരെ ചെറിയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു. ലാഭനഷ്ടത്തെ പറ്റി ഒന്നും ചിന്തിച്ചില്ല, കാരണം നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ. പക്ഷെ ഈ പറഞ്ഞ പോലെ എടുത്തു കഴിഞ്ഞ് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒന്നിന്റെ പുറകേറ്റ് ഒന്നായിട്ട് വന്ന് അങ്ങനെ അവാർഡുകളുടെ ഒരു പെരുമഴയായിരുന്നു. 25 അവാർഡായിട്ട് അതിൽ കിട്ടി. ഈ അവാർഡ് വന്നത് ഞാനും ഇരുന്ന് രാവിലെ ചായ കുടിച്ചിരുന്ന് TV കാണായിരുന്നു. ആളൊരുക്കത്തിനാണ് എന്ന് പറഞ്ഞ വഴിക്ക് ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കാം. കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ ഡയറക്ടർ വിളിച്ചു. പിന്നെ ഫോണുകൾ വരാൻ തുടങ്ങി. ദമാം അറിയുന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ആളൊരുക്കത്തിന്റെ പ്രൊഡ്യൂസർ സൗദിയിലാണ്, ദമാമിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇവരെല്ലാവരും എന്നെ തപ്പാൻ തുടങ്ങി. എന്നെ ആരും അറിയില്ലായിരുന്നു അതുവരെ. പിന്നെ വീട്ടില് സന്ദർശകരായി, അഭിനന്ദനങ്ങളും പത്രക്കാരും ഒക്കെ വന്ന് അവർക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് മറ്റേ FM റേഡിയോ ഏഷ്യാനെറ്റ് അവര് ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ചായ കുടിച്ച് TV കണ്ടുകൊണ്ടിരിക്കുന്നത് ദേ വരുന്നു നാഷണൽ അവാർഡ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആളൊരുക്കം സിനിമ ബെസ്റ്റ് ഫിലിം ആൻഡ് ദി പ്രൊഡ്യൂസർ ജോളി ലോനപ്പൻ. സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയോടുകൂടി പിന്നെ ഏതായാലും എൻ്റെ ഡ്രീം
അവിടെ വളരെ അതെ. ചിലപ്പോൾ ഞാൻ വർഷത്തിലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കണ്ടന്റിലൂടെ, അതായത് ജോലി നേടിയെടുത്തത് ഇങ്ങനെ, അതുപോലെ തന്നെ ഈ ഫിലിം ഫീൽഡിലും നേടിയെടുക്കാൻ ഇങ്ങനെ പത്രത്തിലൂടെ പരസ്യം കൊടുത്ത് വരൂ സ്വാഗതം ചെയ്യുന്ന സിനിമയുമായിട്ട് ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. PSC എക്സാമിനേഷന്, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2018 ബെസ്റ്റ് ആക്ടർ ഇന്ദ്രൻസിന് കിട്ടിയ സിനിമ ഏതാണ്? അതിൽ ഒരെണ്ണം ആളൊരുക്കായിരുന്നു. അപ്പൊ നമ്മളാണ് ആളൊരുക്കാണല്ലോ റൈറ്റ്, പക്ഷെ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ മാർക്ക് പോയി. അപ്പൊ നമ്മള് IAS IPSന്റെ ഒക്കെ എക്സാമിന് പോലും നമ്മുടെ ഒരു സിനിമ അവിടെ ഒരു നിമിത്തം വന്നു. അതിന്റെ എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോപ്പിയൊക്കെ എനിക്ക് അയച്ചു തന്നു. ചേട്ടന്റെ ഇനി ഒരു ബിസിനസ്സിലോട്ടുള്ള ഒരു ഫ്യൂച്ചർ വിഷൻ എന്താണ്? ഇപ്പൊ ഞങ്ങളുടെ ഇന്ത്യയിലുള്ള കമ്പനികൾ എക്സ്പോർട്ട് ടു എൻഡ്സ് ഓഫ് ദി വേൾഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ പ്രോഡക്ട്സ് ഇപ്പൊ എല്ലാവിടെയും പോകുന്നുണ്ട്. അർജന്റീനയിൽ പോകുന്നുണ്ട്, അമേരിക്കയിൽ പോകുന്നുണ്ട്, കാനഡ, ഈജിപ്റ്റ്, മൊറോക്കോ, പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്, ജപ്പാൻ, പല സ്ഥലങ്ങളിലേക്കും ഒക്കെ കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യക്കും നല്ലൊരു ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നതാണല്ലോ. കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുക, കൂടുതൽ ആളുകൾക്ക് പല ട്രേഡ് പഠിപ്പിക്കുക. സൗദി അറേബ്യയിലും ചെയ്യാനുണ്ട്, ഇന്ത്യയിലും എനിക്ക് ഒത്തിരി ചെയ്യാനുണ്ട്. വിച്ച് ഐ എം ഡൂയിങ് വാട്ട് എവർ പോസിബിൾ ഐ എം ഡൂയിങ്. ജീവിതത്തിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5-6 മൂവ് ചെസ് ഗെയിം പോലെയാണ്. 5-6 മൂവ് നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കാണും. നെക്സ്റ്റ് ഫാമിലിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫാമിലി വൈഫ് ഡോക്ടറായിരുന്നു, പറഞ്ഞില്ല, പേര് ലീന. എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 പേരും സൗദി അറേബ്യയിൽ ജനിച്ചു, ഇവിടെ തന്നെ പഠിച്ചു. ഒരാള് മണിപ്പാലില് ആർക്കിടെക്റ്റായി, പിന്നെ ലണ്ടനിൽ പോയി ലണ്ടൻ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ അർബൻ ഡിസൈൻ പഠിച്ചു. ആളാണ് ദുബായിലുള്ളത്. ദുബായിൽ പുള്ളിയുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ തന്നെ ബിസിനസ് അവിടെ ദുബായിൽ. മകളുടെ പേര് പ്രിയ, മരുമകൻ ജേക്കബ്, എറണാകുളത്തുകാരൻ. മരുമകൻ അവിടുത്തെ ഒരു ഫേമസ് അറിയപ്പെടുന്ന ഒരു ഫാമിലിയുടെ ഒരാള് അതെ, നമ്മുടെ കാസിനോ ഗ്രൂപ്പിലുള്ള അദ്ദേഹത്തിന്റെ പേര് പ്രതീക് എന്നാണ്. പിന്നെ മകൾ എന്റെ കമ്പനിയിൽ. രണ്ടാമത്തെ മകളാണ് ഡോക്ടർ. പ്രാക്ടീസ് ഇവിടെ അസ്തർ മെഡിസിറ്റിയിലായിരുന്നു. അവര് മെഡിസിൻ തന്നെ അവര് കൊണ്ടുപോകുന്നു ബഹ്റിനിൽ. പിന്നെ ബഹ്റിനിന്റെ കമ്പനിയുടെ ബഹ്റിനിൽ എനിക്കൊരു ബ്രാഞ്ചും ഉണ്ട്. ഒരാൾ ഹോസ്പിറ്റൽ, ഒരാൾ ക്ലിനിക്. മെഡിസിറ്റിയുടെ അസ്തർ ക്ലിനിക്കിലാണ്. ഒരാൾ അൽഹിലാൽ എന്ന് പറയും. പിന്നെ എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അമ്മ കറുകുറ്റിയിലാണ് താമസിക്കുന്നത്. ഞാനാണ് മൂത്ത ആള്. ഇല്ല, ഒരാൾ ദുബായിലുണ്ട്, ഒരാൾ ബോംബെയിലുണ്ട്, ഒരാൾ അമേരിക്കയിലുണ്ട്. ബിസിനസ് തന്നെ, ഇതേ ബിസിനസ് തന്നെ. ചേട്ടന് തന്നെയാണോ ഇതെല്ലാം? എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഞാൻ എല്ലാവരും പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരെയും ഒരേ പൊസിഷനായി. പിന്നെ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവര് കൊണ്ടു നടക്കും. ആരോടാണ് ഒരു സ്മരണ നമ്മള് ജീവിതത്തിൽ ഇത്തരം ഒരു സംഭവത്തിലേക്ക്? അത് വിജയമന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനേഷനാണ്. നമ്മള് 6ാം ക്ലാസ്സിൽ ഡിറ്റർമിൻ ചെയ്തു. പിന്നെ സക്സസ് എന്ന് പറയുന്നത് ഓരോ സമയത്ത് മാറി 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 വരും. ഒന്നിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ അവസാനിക്കല്ല. ഇപ്പോഴത്തെ എന്റെ സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 66 വയസ്സായി. അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് 100 വർഷത്തെ ആയുസിനാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം പത്രം എടുത്തു കഴിഞ്ഞാൽ 60 ആകുമ്പോൾ, 55 ആകുമ്പോൾ, 45 ആകുമ്പോൾ എല്ലാവരും മരണം സംഭവിക്കുകയാണ്. ഇപ്പോഴത്തെ എന്റെ സക്സസ് എന്ന് പറയുന്നത് ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ലൈഫ് 90%. ഞാനേ വിവാഹം കഴിക്കുമ്പോൾ 67 കിലോ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇപ്പോഴും 67 കിലോ. 36 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. സെയിം വെയിറ്റ് ആണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്തു. ജോലിയാണോ ഇവിടെ? ജോലിയാണ്. ആദ്യം പ്രപ്പോസൽ വന്നപ്പോഴേ ഒരാൾ ചോദിച്ചു, ജോലിയുടെ ക്യാരക്ടറെ പറ്റി ചോദിച്ചപ്പോഴേ ആ പേര് പോലെ തന്നെ എപ്പോഴും ജോലിയാന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കുഴപ്പമില്ല. പിന്നെ ഭയങ്കര ബിസി ആയിട്ട് നടന്ന സമയത്തൊക്കെ അതിന്റെ പുറകെയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോൺ ചെയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. അതുപോലെ തിരക്കായിരുന്നു. അല്ല, മക്കളുള്ള സമയത്തൊക്കെ ആദ്യം ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ അതിൻ്റെതായ ടെൻഷനും അതിൻ്റെതായ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ വരുമ്പോൾ ഇവരോട് സംസാരിക്കാനായിട്ട് ഉള്ള മൂഡുണ്ടാവില്ല. നമ്മൾ ടെൻഷനിലിരിക്കുക. അപ്പൊ അവർക്ക് ഇഷ്ടക്കുറവ് വരും. പക്ഷെ ഇപ്പൊ അതൊക്കെ തീർന്നു. നമ്മൾ പറഞ്ഞാലൊന്നും അങ്ങനെ അത് പുള്ളിയുടെ ആ പോസിറ്റിവിറ്റിയിൽ അങ്ങനെ പോകും. ട്രാവലിംഗ് ഒക്കെ എങ്ങനെയാണ്? പുറത്തൊക്കെ ടൂറിനൊക്കെ സമയം കിട്ടാറുണ്ടോ? യാത്രകളൊക്കെ ചെയ്യാൻ ഞങ്ങള് എല്ലാവരുമായിട്ട് പോകാറുണ്ട്. പിന്നെ എല്ലാവിടെയും പോയിട്ടുണ്ട്. എല്ലാവിടെയും മെക്സിക്കോ, അതെ അതെ അതെ. ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ബാലി പോയി. ഒരാഴ്ച നിന്നു. 1 വീക്ക് ബാലി. അതിനു മുമ്പ് ഒരാഴ്ച കാശ്മീർ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 45 കൺട്രീസ് വിസിറ്റ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും മനസ്സിൽ ടച്ച് ചെയ്ത സ്ഥലവും തുർക്കിയാണ്. എല്ലാ മനുഷ്യരും നല്ലതാ, സ്ഥലവും നല്ലതാ, എല്ലാം നല്ലതാ. നല്ല സീനറീസ്. കപ്പഡോക്യ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വളരെ നല്ല സ്ഥലം. അവിടെ ജലാലുദ്ദീൻ റൂമിയുടെ ശവകുടീരം
ജീവിതത്തിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടി. ഈ ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫിലോസഫറും വലിയ ഒരു എഴുത്തുകാരനും കവിത എഴുതുന്നതും വളരെ പഴയ ഒരു ഇതാണ്. അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ശവകൂടത്തിൽ പോരുന്ന ഒരേ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. കെനിയ, അവിടെ പോയി വൈൽഡ് ലൈഫൊക്കെ കണ്ടിരുന്നു. പിന്നെ മെഡഗാസ്കർ, അതൊക്കെ ഫാമിലി ആയിട്ടാണ് പോയത്. നമ്മുടെ പുതിയ ജനറേഷന് കൊടുക്കാൻ പറ്റിയ മെസ്സേജ്. നമ്മൾ ഡ്രീം ചെയ്ത് മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മളും പ്രവർത്തിക്കാൻ തുടങ്ങുള്ളൂ. ഈ പലരും വിജയിക്കാത്തതിൻ്റെ ഒരു കാര്യം ഡ്രീംസ് ഇല്ല. അതൊരു മാഗ്നറ്റ് പോലെയാ ഒരു ഡ്രീം. അത് ദൈവം തന്നെ അതിനുള്ളത് അടുപ്പിച്ചു തരും. അപ്പൊ അത് ആക്ഷൻ വന്ന് ചിലപ്പോൾ ഫെയിലിയർ ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് വീണ്ടും ട്രൈ ചെയ്ത് ഇരിക്കണം. അതെ. പലർക്കും തെറ്റുപറ്റുന്ന ഒരു കാര്യം, പലരും സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ കമ്പാരിസൺ ടു സംബഡി എൽസ്. അവൻ അത്ര എത്തി, ഞാൻ ഇത്രേ ഉള്ളൂ. അതല്ല സക്സസ്. സക്സസിനെ ശരിക്കും ഡിഫൈൻ ചെയ്തത് വാട്ട് യു ക്യാൻ അച്ചീവ് കമ്പയർഡ് ടു വാട്ട് യു അച്ചീവ്ഡ്. എല്ലാം നിങ്ങളിൽ തന്നെയാണ്. അതിന്റെ ഡിനോമിനേറ്ററും ഇതും രണ്ടും നമ്മൾ തന്നെയാണ്. നമുക്ക് ദൈവം തന്നത് എത്രമാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, നമ്മൾക്ക് എത്ര ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 80 മാർക്ക് കിട്ടി, കൂട്ടുകാരന് 90 മാർക്ക് കിട്ടി, അപ്പൊ ഞാൻ ഫെയിൽ ആയെന്നാണ്. ദേ ആർ കമ്പയറിംഗ് വിത്ത് അതേഴ്സ്. സാധ്യതകളുണ്ട്, പക്ഷെ നമുക്ക് 80 കിട്ടിയുള്ളൂ. നമ്മൾ തന്നെയാണ് ഇതിന്റെ ചെയ്യേണ്ടത്. APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു അഡ്വൈസ് ഉണ്ട്, എല്ലാവർക്കും പറഞ്ഞത്, മക്കളെ നിങ്ങളൊക്കെ ഡ്രീം ചെയ്യാനാണ് പിള്ളേർ. അത് തന്നെ ഞാൻ എല്ലാവരോടും പറയും. എന്തായാലും നല്ല ഒരു സക്സസ്ഫുൾ ലൈഫായിട്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് വലിയ വലിയ സമുച്ചയങ്ങൾ ഉണ്ടാക്കാനും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും സാധിക്കട്ടെ. 90 വർഷത്തിൽ 90ാമത്തെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ഒരുപാട് ബിസിനസ്സുകൾ അച്ചീവ് ചെയ്യാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി സക്സസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് സന്തോഷം.